സ്കൂൾ ടൈം മുതലേ നല്ല സുഹൃത്തുക്കളായിരുന്നു ചിത്ര നായരും ഗോകുൽ പ്രദീപും. പഠനകാര്യങ്ങളിൽ സഹായിക്കാനും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനും ഒരു നല്ല സുഹൃത്തെന്ന നിലയിൽ തുടങ്ങിയ സൗഹൃദം കാലത്തിൻ്റെ കുസൃതി എന്ന പോലെ സ്കൂൾ അവസാന കാലത്ത് പതിയെ പ്രണയത്തിലേക്കത് വഴിമാറി. എന്നാൽ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് കോളേജ് ലൈഫ് തുടങ്ങുമ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്കായി. ചിത്ര കൊച്ചിയിലൊരു പ്രശസ്ത ആർട്ട് കോളേജിലേക്കും ഗോകുൽ തിരുവനന്തപുരത്തെ ഒരു മെഡിക്കൽ കോളേജിലേക്കും. അവർക്കിടയിൽ ഒരു ദീർഘദൂര പ്രണയമായിരുന്നു. പക്ഷേ ഫോൺ കോളുകളും വീഡിയോ ചാറ്റുകളും വഴി അവരതിനെ ഊഷ്മളതയാക്കി മാറ്റി. പറ്റുന്ന സമയത്തെല്ലാം അവർ ഇടയ്ക്കൊക്കെ കാണാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ചിത്രയുടെ റൂംമേറ്റ് ആയിരുന്നു പാറു. അവൾ മിക്കപ്പോഴും ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതെല്ലാം പതിവായിരുന്നു. കറങ്ങാൻ പോകാനും എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ഗൂഗിൾ വിളിക്കുമ്പോഴും പാറു പലതവണ ചിത്രയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിത്ര അതിനൊന്നും മനസ്സ് കാട്ടിയിട്ടില്ല. എല്ലാം കല്യാണം കഴിഞ്ഞു മതിയെന്നായിരുന്നു ചിത്രയ്ക്ക്. അതുകൊണ്ട് തന്നെ ഗൂഗിളിന് അവൾ അയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോ കോളും പിന്നെ വീഡിയോയും അതൊക്കെയായിരുന്നു ആശ്വാസം. സ്ട്രെസ്സുള്ള ഡ്യൂട്ടി ആയതിനാൽ അവനാകെയുള്ള ആശ്വാസം അതൊക്കെ തന്നെ ആയിരുന്നു. ചിത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല സുന്ദരി, നായർ കുടുംബത്തിൽ ജനിച്ച നല്ല ഗോതമ്പ് നിറം, ഈ ഇടയ്ക്ക് കുറച്ച് വണ്ണം വെച്ചെങ്കിലും കാണാൻ അതിസുന്ദരിയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. പക്ഷേ അവൾക്ക് അതിലൊന്നും ഒരഹങ്കാരവുമില്ലായിരുന്നു. എപ്പോഴും സാധാ ചുരിദാറൊക്കെ ഇട്ട് നടക്കുന്നതാണ് അവൾക്കിഷ്ടം. ചിത്രയുടെ കാത്തിരിക്കാനുള്ള മനസ്സും ഗോകുലിൻ്റെ ശാന്തമായ സ്നേഹവും അവരുടെ ബന്ധത്തിൻ്റെ അടിത്തറയായിരുന്നു. എന്നാൽ ഈ പ്രണയത്തിൻ്റെ തീരത്ത് ഒരു ചുഴലിക്കാറ്റ് അടുത്തു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൻ്റെ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായി കലോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത ഗായകൻ അതുൽ ശങ്കർ ആൻഡ് ബാൻഡ് മുഖ്യ അതിഥികളായിരുന്നു. അതിൽ ഇൻസ്റ്റഗ്രാമിൽ മറ്റും ഫേമസ് ആയ ഒരു പാട്ടുകാരനാണ്. കാണാൻ അല്പം കറുത്തിട്ടാണെങ്കിലും നല്ല ഉയരവും പിന്നെ നല്ല ജിം ബോഡിയും. ഇടയ്ക്ക് അതിലിനെ പറ്റിയുള്ള ഗോസിപ്പൊക്കെ ഫേമസ് ആകാറുണ്ട്. കോളേജിലെ പെൺകുട്ടികൾ മിക്കവരും അതുൽ ഫാൻസ് ആയിരുന്നു. ചിത്ര സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതിനാൽ അതൊന്നും അറിഞ്ഞിരുന്നില്ല. സംഗീതത്തിൻ്റെ വലിയ ആരാധികയായ ചിത്ര നല്ല സ്പീക്കിംഗ് സ്കിൽസും വേദിയിൽ കയറാനുള്ള കോൺഫിഡൻസും ഉള്ളതുകൊണ്ട് തന്നെ പരിപാടിയുടെ ആങ്കറായി അവളെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു മാസമായി അതിൻ്റെ തയ്യാറെടുപ്പുകളായിരുന്നു കോളേജിലെ എല്ലാവരും. ഗോകുലും ചിത്രയും അതവർക്ക് കാണാനും സമയം ചെലവഴിക്കാനും നല്ല അവസരമായി പ്ലാൻ ചെയ്തു. എന്നാൽ അവസാന നിമിഷം മെഡിക്കൽ കോളേജിലെ തിരക്കുകൾ കാരണം അവന് വരാൻ കഴിഞ്ഞില്ല. അതും പറഞ്ഞ് അവൾ അവനുമായി വഴക്കുവിട്ടു. അങ്ങനെ പരിപാടിയുടെ ദിവസമെത്തി. കോളേജിൻ്റെ അഭിമാനമായ പരിപാടിയായതിനാൽ മേക്കപ്പും വസ്ത്രങ്ങൾക്കെല്ലാം സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. മുഖ്യ ആങ്കറായ ചിത്രയ്ക്ക് ഒരു മനോഹരമായ റെഡ് ഡിസൈനർ ലെഹങ്കയായിരുന്നു പറഞ്ഞിരുന്നത്. കണ്ടപ്പോൾ അവൾ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിരുന്നു അത്. ഒരു മാസം മുമ്പേ അളവെടുത്ത് തയ്ക്കാൻ കൊടുത്തതായിരുന്നെങ്കിലും ലെഹങ്ക ഇപ്പോൾ കുറച്ച് ടൈറ്റാണെന്ന് അവൾക്ക് തോന്നി. മേക്കപ്പ് ഇടുന്ന സമയത്തെല്ലാം മേക്കപ്പ് മാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കഴിവതും ഷോൾ ഇട്ടു. അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ ഇതുവരെ ഇല്ലാത്ത ഭംഗി അവൾക്ക് തോന്നി. പക്ഷേ അത് കാണാൻ ഗോകുലില്ലാത്തത് അവളിലും ചെറിയ വിഷമമുണ്ടാക്കി. അങ്ങനെ ലെഹങ്കയും ഇട്ട് ഒരു ബ്രൈഡൽ ലുക്കിലാണ് അവൾ വേദിയിലെത്തുന്നത്. അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ, ലെഹങ്കയുടെ റെഡ് നിറവും പിന്നെ ആകർഷമായ ശബ്ദവും മനോഹരമായ പുഞ്ചിരിയും ആൾക്കൂട്ടത്തെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ അവളെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി. സ്റ്റേജിൽ നിന്നും അവൾ പരിപാടി അവതരിപ്പിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് തിരിഞ്ഞു. പരിപാടിയേക്കാളും എല്ലാവരും അവളെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ബാൻഡ് ടീം അംഗങ്ങളായ ഫവാസും സന്ദീപും അവളെ ആദ്യമേ നോട്ടമിട്ടിരുന്നു. ആൾക്കാർ തന്നെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അവൾ അതത്ര കാര്യമാക്കാതെ നടന്നു. അങ്ങനെ ഫൈനൽ പ്രോഗ്രാം അതുലിൻ്റെ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ അനൗൺസ്മെൻറ്റ് ചെയ്ത് അവൾ മാറി നിന്നു. അതുലാൻ ടീം കയറി വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അതുൽ അവളെ കണ്ടൊരു നിമിഷം നിന്നുപോയി. ആരാ ഇവൾ? അവൻ്റെ മനസ്സ് പറഞ്ഞു. അതുൽ സ്റ്റേജിൽ നിന്നും പാടുന്നതിൻ്റെ ഇടയിലും അവർ തമ്മിൽ പലപ്പോഴായി കണ്ണുകൾ കോർത്തു.
അവളുടെ ചിരിയും അവൻ ശ്രദ്ധിച്ചു. സൈഡിൽ നിന്നും അവൾ ചെറിയ ചുവടുകൾ വെച്ചു. അങ്ങനെ കുറച്ച് പാട്ടുകൾ കഴിഞ്ഞപ്പോൾ അവൻ എങ്ങനെയെങ്കിലും അവളെ അടുത്ത് കാണാൻ തോന്നി. പാട്ടിൻ്റെ ഒരു ഭാഗത്ത് അതിൽ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, ഇനി നമ്മുടെ അവതാരിക ചിത്ര ഒരു ചെറിയ ഡാൻസായി സ്റ്റേജിൽ വരുന്നു. ആൾക്കൂട്ടം അത് കേട്ട് കൈയടിച്ചു. വേണ്ടെന്ന് അവൾ തലയാട്ടി പറഞ്ഞെങ്കിലും കാണികൾ എല്ലാവരും ചേർന്ന് അവളുടെ പേര് വിളിച്ച് ആവർത്തിക്കാൻ തുടങ്ങി. ചിത്രയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ചിത്ര, ഇനിയൊരു ഡാൻസ് കളിക്കുമോ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ചിത്ര ആവേശത്തിൽ സ്റ്റേജിൽ കയറി. അവനവളെ കൈയും പിടിച്ച് ഒപ്പം നിർത്തി. ചെറിയ ഡാൻസ് സ്റ്റെപ്പ് അവർ രണ്ടുപേരും ചേർന്ന് ഒരു പ്രണയ ജോഡികളെ പോലെ കളിച്ചു. അവൾ അവനോടൊപ്പം നൃത്തം ചെയ്തു. പ്രോഗ്രാം തീരുവോളം അവനവളെ അരികിൽ തന്നെ നിർത്തി. പല ഡാൻസ് സ്റ്റെപ്പുകളും അവർ രണ്ടുപേരും കളിച്ചു. ചിത്രയ്ക്ക് അതൊരു പുതിയ അനുഭവമായി തോന്നി. ഇന്നുവരെ കിട്ടാത്ത ശ്രദ്ധയും സന്തോഷവും അവൾക്ക് അന്ന് കിട്ടി. 11 പരിപാടി കഴിഞ്ഞു. നല്ലപോലെ ക്ഷീണിച്ച് അവൾ ചേഞ്ചിങ് റൂമിൽ റെസ്റ്റ് എടുക്കാനായി പോയി. മുഖമൊന്ന് കഴുകാൻ വാഷ് ബേസിൽ പോയപ്പോൾ കണ്ണാടിന് പുറകിൽ ഒരു രൂപം കണ്ട് അവൾ തിരിഞ്ഞു നോക്കി. അതെ, അതിൽ അവളെ തേടി അതിലെത്തിയിരിക്കുന്നു. അവൾ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. അവളെ കണ്ടപ്പോൾ അതിലവളെ നന്നായി നോക്കി നിന്നു. അവളെ അവിടെ വെച്ച് വേണമെന്ന് വരെ അവന് തോന്നിപ്പോയി. അവൻ്റെ ആ നോട്ടം അവളും ശ്രദ്ധിച്ചു. പക്ഷേ ചുറ്റും ആൾക്കാരുള്ളതിനാൽ പെട്ടെന്ന് തന്നെ അവൻ ചോദിച്ചു, നിന്റെ നമ്പറൊന്ന് തരുമോ? അവൻ്റെ കണ്ണിലെ തിളക്കവും ആ ശബ്ദത്തിലെ ആകർഷണതയും തൻ്റെ മുന്നിൽ വന്ന് ഇപ്പോൾ നേരിട്ട് നമ്പർ ചോദിക്കാനുള്ള കോൺഫിഡൻസും കണ്ട് അവളും ഇംപ്രസ്സായി. മാത്രമല്ല, ഇത്രയും ഫേമസ് ആയ ഒരാൾ തൻ്റെ അടുത്ത് വന്നപ്പോൾ ചിത്രയ്ക്ക് ഇല്ലെന്ന് പറയാനും കഴിഞ്ഞില്ല. അവൾ ചിരിച്ചുകൊണ്ട് അവന് നമ്പർ നൽകി. അപ്പോൾ അതുൽ, ബൈ ദി വേ, യു ആർ ലുക്കിംഗ് സോ ഗോർജിയസ് ചിത്ര. അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ പറഞ്ഞു. ഒരു ഷേക്ക് ഹാൻഡും കൂടി കൊടുത്ത് അവർ പിരിഞ്ഞു. അവളുടെ സുഹൃത്തുക്കൾ അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. കോളടിച്ചല്ലോ മോളെ, അതിലൊരുവൾ അവളോട് പറഞ്ഞു. അവൾ തിരിഞ്ഞ കണ്ണാടിയിൽ സ്വയം നോക്കി. താൻ അത്രയ്ക്ക് സുന്ദരിയാണോ? അവൾ ചിന്തിച്ചു. ഒരു നിമിഷം അവൾ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിച്ചു. ഒപ്പം തിരിഞ്ഞടന്ന അവൻ പിന്നെയും തന്നെ തിരിഞ്ഞു നോക്കുന്നത് അവൾ കണ്ടു. ഒരു ചെറിയ നാണത്തോടെ അവൾ ചിരിച്ചു. പുറത്തേക്കിറങ്ങിയ അതിലിനെ നോക്കി സുഹൃത്തുക്കളായ ഫൈസലും സന്ദീപും നിൽക്കുന്നുണ്ടായിരുന്നു. ആഹാ, പുതിയ ആളെ കിട്ടിയല്ലോ അളിയ, സന്ദീപ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അടിപൊളി. അല്ലടാ, നമ്പർ കിട്ടിയോ? ഫവാസ് ആകാംക്ഷയോട് ചോദിച്ചു. അതിൽ കിട്ടിയതായി തലയാട്ടി ചിരിച്ചു. അവൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ കൗതുകം നിഴലടിച്ചു. ഹോ, ഇവൻ്റെയൊക്കെ ഭാഗ്യം, ഫൈസൽ സന്ദീപിനോട് പറഞ്ഞു. അന്ന് രാത്രി ഗോകുൽ അവളെ കുറേ വട്ടം വിളിച്ചു. പക്ഷേ അവൾ എടുത്തില്ല. അവൾ പ്രതീക്ഷിച്ച കോള് അവൻ്റെ അല്ലായിരുന്നു. രാത്രി ഇൻസ്റ്റഗ്രാമിൽ അവൾ ഫോട്ടോ ഇട്ടു. 12 മണിയായപ്പോൾ ക്ഷീണിച്ചു ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് ഗോകുലിന് ഒരു മെസ്സേജും അയച്ച് അവൾ കിടന്നു. പക്ഷെ അവളുടെ മനസ്സിൽ മുഴുവൻ അതുലായിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് നടന്നതെന്നായിരുന്നു. എന്നും ടി വിയിലും ഫോണിലും കണ്ടിട്ടുള്ള പോലെ താനും ഇന്ന് സ്റ്റേജിൽ ഒരു മോഡലിനെ പോലെ. ഇത്രയും നാളും കിട്ടാത്ത ശ്രദ്ധ, ഡിസൈനർ ഡ്രസ്സ്, എല്ലാം ഒരു സ്വപ്നം പോലെ. അതും അതിൻ്റെ കൂടെ അങ്ങനെ ഒരു ഡാൻസും. വെറും സാധാരണമായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന അവൾക്ക് അതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. ഈ രാത്രി അവസാനിക്കാതിരുന്നെങ്കിൽ എന്നുവരെ അവൾക്ക് തോന്നിപ്പോയി. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു ഇന്നത്തെ രാത്രി കൊണ്ട് അവളുടെ മുഴുവൻ ജീവിതവും മാറി മറയാൻ പോവുകയാണെന്ന്. അതേസമയം ഗോകുൽ രാത്രി തൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി. കിടന്ന് ഫോൺ നോക്കുമ്പോൾ അവളുടെ സ്റ്റോറി കണ്ടു. സ്റ്റോറി കണ്ട് അവനും നെട്ടി. ആദ്യം 1-2 സെൽഫി. അവൻ അത് തന്നെ നോക്കിക്കിടന്നു. അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭംഗിയിലായിരുന്നു ചിത്ര. അവളെ അങ്ങനെ കണ്ട അവന് തന്നെ അഭിമാനം തോന്നി. ഒപ്പം അവൻ്റെ ആളും തലപൊക്കി. ഹോ, അപ്പോൾ
ഇവളെ നേരിട്ട് കണ്ടവരുടെ അവസ്ഥ എന്തായിരിക്കും അവൻ ഓർത്തു. കാണാതെ പോയതിൽ അവനും നിരാശയായി. അടുത്ത സ്റ്റോറി ആരോ ഇട്ട വീഡിയോ അവൾ ഷെയർ ചെയ്തായിരുന്നു. അതിൽ അവളെ സ്റ്റേജിൽ വിളിക്കുന്ന വീഡിയോ. അവൾ അതിൻ്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറുന്നു. ചിരിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം നിൽക്കുന്നു. ബാക്കി കാണാൻ അവൻ ആ പ്രൊഫൈലിൽ നോക്കി. അപ്പോൾ കണ്ട വീഡിയോ അവനെ വീണ്ടും ഞെട്ടിച്ചു. താൻ എന്താണ് ഈ കാണുന്നത്? അവർ ഡാൻസ് ചെയ്യുന്നു. അവൻ അവളെ സിനിമയിലെ പോലെ കൈ പിടിച്ച് കറക്കുന്നു. പക്ഷെ അവന് ദേഷ്യത്തിന് പകരം മറ്റെന്തൊക്കെയാണ് അപ്പോൾ തോന്നിയത്. പക്ഷേ അവൻ പോലും അറിയാതെ അവൻ്റെ ആൾ തല പൊക്കുന്നത് അവന് മനസ്സിലായി. അവൻ ആ വീഡിയോ വീണ്ടും കണ്ടു. താഴെയുള്ള കമൻറ്റുകൾ അവൻ നോക്കി. വാവ്, ആരാണിവൾ? നൈസ് കപ്പിൾസ്, അവൻ്റെ യോഗം. ഇതെല്ലാമായിരുന്നു ആ കമൻറ്റിലുണ്ടായിരുന്നത്. ഇതെല്ലാം അവന് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നീട് അവൻ ഒന്നും ആലോചിച്ചില്ല. ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് അവനങ്ങ് തുടങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് അവന് ബോധം വന്നത്. ഷേ, ഞാനിപ്പോൾ എന്താ ചെയ്തേ? പണ്ട് കണ്ടിട്ടുള്ള വീഡിയോസിലെ അതിലെ നായകനെ പോലെ ഞാനായോ? വല്ലാത്ത ഒരു കുറ്റബോധം അവന് തോന്നി. ചിത്രയെ പോലൊരു പെണ്ണിനെ വിട്ടുകൊടുക്കാൻ അവന് പറ്റില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് അവൻ തീരുമാനിച്ചു. അവളെ ഒന്ന് വിളിക്കാനായി അവൻ ഫോൺ എടുത്തു. ഫോൺ സ്വിച്ച് ഓഫ്. അവന് വീണ്ടും ടെൻഷനായി. അവൾ എവിടെയാണ്? എന്താണ് അവൾ ഫോൺ എടുക്കാത്തത്? പരിപാടി കഴിഞ്ഞില്ലേ? അവളിപ്പോഴും അവൻ്റെ കൂടെയാണോ? അങ്ങനെ ഓരോന്നാലോചിച്ച് ക്ഷീണത്തിൽ അവൻ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ചിത്ര ഇന്നലെ നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ ഓർത്തു. അവൾ ഫോൺ ചാർജറിട്ട് ഓണാക്കി. വാട്സപ്പിൽ കുറേ മെസ്സേജുകൾ. അതിലൊരെണ്ണം അറിയാത്തൊരു നമ്പറിൽ നിന്നും. അതിലെ ഫോട്ടോ കണ്ട അവൾ അത് ഓപ്പണാക്കി. ഹായ് ചിത്ര, ഇറ്റ്സ് മീ അതുൽ. താങ്ക്സ് ഫോർ മേക്കിംഗ് എ വണ്ടർഫുൾ നൈറ്റ്. അവൻ്റെ വാക്കുകൾ അവളിലൊരു ചെറിയ സന്തോഷം ഉണർത്തി. ചിത്രയ്ക്ക് ഒരു നേർത്ത പുഞ്ചിരി വന്നു. അവൻ മെസ്സേജ് അയക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ മറുപടി കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. അറിയാത്ത ആളോട് അവൾ പൊതുവെ സംസാരിക്കാറില്ല. സൈഡിൽ ഉറങ്ങിക്കിടക്കുന്ന പാറുവിനെ അവൾ തട്ടി വിളിച്ചു. പാറു, ഡി, ദാ അതിൽ മെസ്സേജ് അയച്ചു. ഞാൻ എന്ത് ചെയ്യണം? ഉറക്കത്തിലായിരുന്ന പാറു ദേഷ്യപ്പെട്ട് അവളോട് പറഞ്ഞു. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുക്കണം, അല്ലാതെ എന്ത് ചെയ്യാൻ? ശല്യപ്പെടുത്താതെ ഒന്ന് പോയ പെണ്ണെ. അവൾ ഒന്നുകൂടെ ആലോചിച്ചു. അവളുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടി. താൻ എന്തഴക്കും? ഒടുവിൽ അവളൊന്ന് ആലോചിച്ച് ടൈപ്പ് ചെയ്തു. ഓ ഹായ് അതുൽ, അത് ഞാനല്ലേ അങ്ങോട്ട് പറയേണ്ടത്. കോളേജിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു പരിപാടി നടക്കുന്നത്. അവൾ മെസ്സേജ് അയച്ച് ഫോൺ മാറ്റി വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോകുൽ അവളെ വിളിച്ചു. അവർ എന്നും സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അവൾ നല്ല കൂളായിരുന്നു. ഇന്നലെ വരാത്തതിൽ അവളുടെ പരിഭവം മാറിയതായി അവന് തോന്നി. ഫോട്ടോയിൽ അവൾ നല്ല ലുക്കായിരുന്നെന്നും അവന് അത് മിസ്സായല്ലോ എന്നും സങ്കടം പറഞ്ഞു. പക്ഷെ അവൾ സാരമില്ലെന്ന് പറഞ്ഞു. ഇനി എന്ന് കാണാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ അവന് ഉടനെ ലീവില്ലെന്നും പറഞ്ഞു. അവൻ്റെ തിരക്ക് അവളെ കൂടുതൽ നിരാശയിലാക്കി. ഇന്നലെ നടന്ന കാര്യങ്ങൾ അവൾ പറയുമെന്ന് അവൻ വിചാരിച്ചു. പക്ഷെ അതിനെപ്പറ്റി അവൾ ഒന്നും പറഞ്ഞില്ല. അവസാനം അവൻ ചോദിച്ചു, സ്റ്റേജിൽ ഡാൻസ് ചെയ്തല്ലേ? ഞാൻ വീഡിയോ കണ്ടിരുന്നു. അവൾ ഒന്ന് നെട്ടി. ഓ, അതൊരു നിസ്സാര കാര്യമായിരുന്നു. ഞാൻ ആങ്കർ ചെയ്തപ്പോൾ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവൻ എന്നെ ഡാൻസിന് വിളിച്ചു. ചിത്ര നിസ്സാരമായി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സ്റ്റെപ്പൊക്കെ ഇട്ടല്ലോ, അവൻ ശാന്തമായി പറഞ്ഞു. പക്ഷെ അവൻ്റെ ശബ്ദത്തിൽ ഒരു ചെറിയ ദേഷ്യം ഒളിഞ്ഞു കിടന്നിരുന്നു. അതൊരു പെർഫോമൻസിൻ്റെ ഭാഗമായിരുന്നു ഗോകുൽ. നീ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടണ്ട. ചിത്ര ചിരിച്ചുകൊണ്ട് കാര്യം തള്ളി. ശരി, അവൻ പറഞ്ഞു. അവന് ദേഷ്യമൊന്നും തോന്നി. അത്രയും പറഞ്ഞ് അവൾ ആ കോൾ അവസാനിപ്പിച്ചു. പരിപാടി കഴിഞ്ഞ് അവൻ വന്ന കാര്യമോ നമ്പർ വാങ്ങിയ കാര്യമോ അവൾ അവനോട് പറഞ്ഞില്ല. അവൻ വീണ്ടും വഴക്ക് പറയുമെന്ന് പേടിച്ച് അവൾ അത് മനഃപൂർവ്വം അവനോട് മറച്ചു പിടിച്ചു. അന്ന് ഉച്ചയോടെയാണ് ചിത്രയ്ക്ക് അതിൻ്റെ മറുപടി കിട്ടിയത്.
അവൾ ഫോണെടുത്ത് നോക്കുമ്പോൾ അതിലെ മെസ്സേജ് കണ്ടു. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞത് കോളേജിൻ്റെ അല്ല, എൻ്റെ കാര്യമാണ്. യു മെയ്ഡ് മൈ നൈറ്റ് മെമ്മറബിൾ ചിത്ര. മെസ്സേജ് കണ്ടപ്പോൾ ചിത്രയുടെ ഉള്ളിൽ ഏതോ ഒരു കോണ് ഒന്ന് മിന്നി. ഒരു നിമിഷം അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. അവൾക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് മറുപടി നൽകണമെന്നോ ഒരു നിമിഷം മനസ്സിലായില്ല. അവളുടെ കവളിൽ ഒരു നേർത്ത ചുവപ്പ് പടർന്നു. ഒരു നിമിഷം കണ്ണാടിയിൽ നോക്കി സ്വയമൊന്ന് ചിരിച്ച ശേഷം അവൾ മറുപടി ടൈപ്പ് ചെയ്തു. ആ, നിങ്ങൾ പാടുന്നത് കേട്ടാൽ ആരുടെയും രാത്രി മനോഹരമാകും അതിൽ. മറുപടി അയച്ച ശേഷം ചിത്രയ്ക്ക് ചെറിയൊരു ചിരി വന്നു. അവൾ ഒരു തമാശ കലർത്തി മറുപടി അയച്ചു. അധികം വൈകാതെ അതിലെ മറുപടി എത്തി. സത്യം പറയാലോ ചിത്ര, ഒരു പാട്ടുകാരൻ എന്നതിലുപരി ഒരു സാധാരണക്കാരൻ അതുലായാണ് ഞാൻ ഈ പറയുന്നത്. ഇത്രയും ലുക്ക് ആൻഡ് കോൺഫിഡൻസ് ഉള്ള ഒരാളെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ശരിക്കും ഇഷ്ടപ്പെട്ടു. കണ്ടത് ഇന്നലെയാണെങ്കിലും തൻ്റെ ആ രൂപം എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. ഈ പാട്ടുകാരൻ എന്തായാലും സത്യം മാത്രമേ പറയൂ. അതിൻ്റെ മെസ്സേജ്. ഈ മെസ്സേജ് കണ്ട് ചിത്ര ശരിക്കും അമ്പരന്നു. അവൻ ഇത്രയും തുറന്നു പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവൻ്റെ കോൺഫിഡൻസും തുറന്നുള്ള സംസാരവും അവൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവൾ റിപ്ലൈ ഒന്നും അയച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീണ്ടും മെസ്സേജ്. ചിത്ര, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ, പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം മുമ്പേ 2 വർഷം പഠിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാടില്ല. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, ശരിക്കും? ചിത്ര നന്നായി പാടുമായിരിക്കും അല്ലേ? ഏയ് ഇല്ല, ഞാൻ പാടാറില്ല. ചിത്ര പാടുന്നുണ്ടെങ്കിൽ എൻ്റെ ബാൻഡിൽ ചേർന്നൂടെ? ഒരുമിച്ച് പാടാലോ. അയ്യോ, ബാൻഡിലോ? എനിക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അതിപ്പോൾ അങ്ങനെ പറയല്ലേ ചിത്ര, കഴിവുണ്ടായിട്ടും ഉപയോഗിക്കാതെ വെക്കുന്നത് ശരിയല്ല കേട്ടോ, അതിൽ പറഞ്ഞു. ആ, അത് ശരിയാണ്. പക്ഷേ എനിക്കിപ്പോൾ അതിനൊരു ധൈര്യമില്ല. ഓക്കെ, സാരമില്ല ചിത്ര, ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ പാട്ടുകാരെ ഇഷ്ടമാണോ? അതിൽ ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട്. പാട്ടുകാരെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷെ അവൾ റിപ്ലൈ അയച്ചില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല. അതിനൊരു സ്മൈലി അവൻ റിപ്ലൈ അയച്ചു. അവളും ചാറ്റ് നിർത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് സംഭാഷണങ്ങൾ തുടർന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അവരുടെ ചാറ്റുകൾ സജീവമായി. സംഗീതത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമൊക്കെ അവർ സംസാരിച്ചു. ഗൂഗിളുമായി സംസാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു തരം അതുലുമായുള്ള സംഭാഷണങ്ങൾ കൊണ്ടെന്ന് ചിത്ര പതിയെ തിരിച്ചറിഞ്ഞു. അതുലിൻ്റെ വാക്കുകളിൽ ഒരുതരം മാസ്മരികതയുണ്ടായിരുന്നു. പാട്ടും യാത്രയും പാർട്ടികളൊക്കെയായി തിളങ്ങുന്ന അവൻ്റെ ജീവിതം ചിത്രയെ ആകർഷിപ്പിച്ചു. സ്വന്തം രൂപത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ ചിത്രയ്ക്ക് ഇതുവരെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ളാണ് പ്രധാനം, പുറമോടിക്ക് എന്ത് കാര്യം എന്ന ചിന്താഗതിക്കാരിയായിരുന്നു അവൾ. എന്നാൽ അതുലുമായുള്ള അടുത്തിടപെടൽ തുടങ്ങിയതോടെ ഈ ചിന്താഗതിക്ക് മാറ്റം വന്നു. അതിൽ ചിലപ്പോഴൊക്കെ അവിചാരിതമായി അവളോട് ഓരോന്നിനെയും കുറിച്ച് അഭിപ്രായം പറയാൻ തുടങ്ങി. ചിത്രയ്ക്ക് ഈ നിറം നല്ല ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു ഡ്രസ്സ് ചിത്രയ്ക്ക് ഇട്ട് നോക്കിക്കൂടായിരുന്നോ എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾക്ക് പുതിയ ആശയങ്ങൾ ലഭിച്ചു. അവൻ്റെ സ്റ്റൈലിങ്ങിനെയും അവൻ്റെ ഹെയർ സ്റ്റൈലും എല്ലാം അവളും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാമിൽ അവൾ കൂടുതൽ സജീവമായി. അതുലിൻ്റെ നിർദ്ദേശങ്ങൾ അവളുടെ അലമാരയിൽ മാറ്റങ്ങൾ വരുത്തി. ഇതുവരെ നിറഞ്ഞിരുന്ന ചുരിദാറുകൾ മാറ്റി പഴയ ജീൻസും ടീഷർട്ടും അപ്രത്യക്ഷമായി. അതിനു പകരം പുതിയ നിറത്തിലുള്ള കൂടുതൽ ആകർഷണമായ വസ്ത്രങ്ങൾ സ്ഥാനം പിടിച്ചു. മുടി കെട്ടുന്നതിലും മേക്കപ്പ് ചെയ്യുന്നതിലുമെല്ലാം അവൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കണ്ണാടിയിൽ നോക്കി സ്വയം അണിഞ്ഞൊരുങ്ങുമ്പോൾ അവൾക്ക് പുതിയൊരു ആത്മവിശ്വാസം തോന്നി. അതുലിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാകാൻ അവൾ കൊതിച്ചു. അവൻ്റെ മുന്നിൽ ഏറ്റവും ഭംഗിയായി എത്താൻ അവൾ ആഗ്രഹിച്ചു. ഓരോ ദിവസവും അതുലിൻ്റെ മെസ്സേജുകൾക്കായി അവൾ കാത്തിരുന്നു. അവൻ്റെ ഓരോ വാക്കുകളും അവൾക്ക് സന്തോഷം നൽകി. ഈ മാറ്റങ്ങൾ എവിടെ എത്തുമെന്ന് അവൾക്കറിയില്ലായിരുന്നെങ്കിലും ഈ പുതിയ സന്തോഷത്തിൽ അവൾ മതിമറന്നു. അവളുടെ ജീവിതം ഒരു പുതിയ താളത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്നാൽ
ഈ സന്തോഷത്തിനിടയിലും ചിത്രയുടെ മനസ്സിൽ ഒരു കല്ല് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ഗോകുലുമായി ഒരു ബന്ധത്തിലായിരുന്നു. അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു, ചിത്രയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അതിലുമായി സംസാരിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന സന്തോഷം, അവൻ്റെ ഓരോ വാക്കിലും അവൾ അനുഭവിക്കുന്ന ആവേശം, ഇതൊന്നും ഗോകുലുമായുള്ള ബന്ധത്തിൽ അവൾക്ക് ലഭിച്ചിരുന്നില്ല. അതിൻ്റെ സാമീപ്യം വളരെ കൂടുതൽ അവളെ ആകർഷിപ്പിച്ചു. ഗോകുലിനോടുള്ള അവളുടെ സ്നേഹം പതിയൊരു മരവിപ്പിലേക്ക് വഴുതി വീഴുകയായിരുന്നു. എങ്കിലും ആ ബന്ധം അവസാനിപ്പിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. ഒരേ സമയം രണ്ട് വള്ളങ്ങളിൽ കാലുവെച്ച് യാത്ര ചെയ്യുന്ന ഒരാളുടെ മാനസിക സംഘർഷം ചിത്ര അനുഭവിച്ചു. ഇതേ സമയം ഫവാസും സന്ദീപും അതിൻ്റെ നീക്കങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പല കാമുകിമാരെ പോലെ അവൻ എങ്ങനെയെങ്കിലും ചിത്രയെ അവൻ്റെ വരുതിയിലെത്തിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിലിൻ്റെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസരം ഒരു ദിവസം വരുമെന്നറിയാവുന്ന അവർ ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ മുൻപും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.